എനിക്ക് ഹൈറ്റ് ഫോബിയ ഉള്ളത് തമ്മേ. അപ്പോൾ നമ്മൾ മലപ്പുറത്തായിരുന്നപ്പോൾ മിനി ഊട്ടിയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. വേറെ ഒന്നിനുമല്ല, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ട്രെൻഡിങ് ആയിരിക്കുന്ന സമയം തുടങ്ങി. ഒന്ന് അത് എന്തായിരിക്കും ആ ഒരു ഫീലിംഗ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വലിയ കാര്യത്തിൽ നമ്മളവിടെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തത് ഞാനാണ്. പെർ ഹെഡ് 100 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. അവിടെ ആണെങ്കിൽ കുറേ ഫെറീസ് വീല്, കുറച്ച് റൈഡ്സ്, പിന്നെ ബാലിയിലെ സ്വിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നപ്പോൾ 3 അമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുന്ദരി അമ്മമാരെന്ന് പറഞ്ഞപ്പോഴേക്കും അവരോട് വെയിറ്റ് ചെയ്യണം, പിള്ളേർ പോയിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഞങ്ങളോട് ചെന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ജിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാനെന്ന് ഗസ് ചെയ്തിട്ടാണല്ലോ ചെരുപ്പ് ഊരിയത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ടിക്കറ്റ് മേടിക്കാനായിട്ട് ആൾ വന്നത്. ഞാൻ വലിയ കാര്യത്തിന് വീഡിയോസൊക്കെ എടുത്ത് ബീച്ചിലേക്ക് കയറി കേട്ടോ. എങ്ങനെ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. വിത്ത് ബെയർ ഫുഡ്സ് വേണം കേട്ടോ കയറാനായിട്ട്. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഹൈറ്റിന്റെ പേടിയുടെ പ്രശ്നം വരാൻ പോവാണ്. അക്രോഫോബിയ അല്ലേ? ഹൈറ്റ് ഫോബിയ. എനിക്ക് ഹൈറ്റിന്റെ ഇത്തിരി ടെൻഷനുള്ള ആളാണ് ഞാൻ. പറഞ്ഞപ്പോ പിന്നെ കൂടി കേട്ടോ എനിക്ക്. അയ്യോ അമ്മേ അമ്മേ. അവിടെ 200 രൂപ പറയണം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ 200. എന്നാലും ഇവിടെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ട്. രാത്രി ആയിരിക്കട്ടെ ഈ ലൈറ്റിങ്ങിനൊക്കെ. അയ്യോ എനിക്ക് ഫോൺ കൈയൊക്കെ വിറക്കുന്നത്. എനിക്ക് പേടിയാവും. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. സത്യമായിട്ട് നല്ല പേടിയാണ്. ഞാൻ പേടിയില്ലാണ്ട് കാണിക്കാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ. കാരണം എനിക്ക് ഹൈറ്റിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ പേടി ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈറ്റ് ഫോബിയ ഉണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഹൈറ്റിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ട് അഡ്വഞ്ചർ ടൈമിൽ. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ്. താഴോട്ട് നോക്കുമ്പോഴേ ഇപ്പം ഞാൻ അതുകൊണ്ടാണ് മേളോട്ട് നോക്കി നല്ല കോൺഫിഡൻസ് സംസാരിക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവർ 3 പേരും പോവാണ് ഗൈസ്. ആ ഒരു ധൈര്യത്തിന് ഞാൻ പിന്നെ കയറിയത് ഫെറീസ് വീലാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും എനിക്ക് പണി കിട്ടിയത് ഗൈസ്. ഇവരെ കയറ്റി കഴിഞ്ഞ് ഞാൻ കയറാൻ പോയപ്പോഴേക്കും എന്നോട് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത്തിരി വിഷമമായി കേട്ടോ. അപ്പോൾ ഇവരെ കയറ്റി കുറച്ച് അങ്ങോട്ട് മുകളിലോട്ട് വിട്ടതിന് ശേഷം അവരുടെ ഓപ്പോസിറ്റ് വന്ന ഇതിലാണ് കേട്ടോ എന്നെ ഇരുത്തിയത്. ഞാനാണെങ്കിൽ ഒറ്റക്ക് അങ്ങോട്ട് കയറി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ ഞാൻ കയറി അങ്ങോട്ട് ഇരുന്നത്. ഞാൻ കയറിയിരുന്ന് കുറച്ച് അങ്ങോട്ട് പോയി. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, ശരിക്കും പോയി. ഞാൻ തല കറങ്ങി വീഴുന്നില്ല എന്നുള്ളൂ, പക്ഷെ എനിക്ക് ശരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചേട്ടാ നിർത്തിക്കോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൂടി. അങ്ങനെയാണ് കേട്ടോ ഞാൻ നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ആക്രോഫോബിയ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്? ഓക്കെ ബൈ.